നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് സെഗ്മെന്റിനാണ്. ഒരാളുടെ ഡേ ടു ഡേ ലൈഫിന് വേണ്ട എല്ലാ പ്രൊഡക്റ്റ് ഇറക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈം പ്രിൻസിപ്പിൾ. ഇതുവരെ വന്ന രണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്ലാൻ ബേസ്ഡ് കമ്പനികളാണ്, രണ്ട് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളാണ്. പ്ലാൻ ബേസ്ഡ് കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനികളാണ്. പക്ഷേ ഈ കമ്പനികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അത്തരം കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റാണ്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ദൈനംദിനം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന കമ്പനികൾ വളരെ കുറവാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന കമ്പനികളിലാണെങ്കിൽ ഡെയിലി സീലിംഗ് വളരെ കുറവായിരിക്കും. കാരണം 5000 10,000 മാക്സിമം ഉണ്ടാക്കാവുന്ന പ്ലാനുകളെ മാർക്കറ്റുള്ളൂ. ഇത് രണ്ടിനും വളരെ ക്ലിയർ ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് എക്സ്ട്രീം ലെവലിൽ വർക്ക്ഔട്ട് ചെയ്ത പ്ലാനാണ് ഇവോ ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയുടെ പ്ലാൻ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം മേടിക്കുന്ന പേസ്റ്റോ സോപ്പോ ഷാമ്പൂ ഫേസ് വാഷോ വാട്ടവർ അതൊരു സെഗ്മെന്റാണ്. രണ്ട് കിച്ചൺ പ്രൊഡക്റ്റ്, അതായത് നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി ചായപ്പൊടി എന്നീ പ്രൊഡക്റ്റ്. ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റ്, അതായത് ഷർട്ട് ടീഷർട്ട് ബെൽറ്റ് വാലറ്റ് എവറിത്തിങ്. ഇങ്ങനെ എല്ലാ സെഗ്മെന്റിലൂടെ നമ്മൾ കടന്നു പോകണം. ഇതിൽ ഏത് പ്രൊഡക്റ്റ് എടുത്തു വേണമെങ്കിൽ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പ്രൈം പ്രിൻസിപ്പിൾ എന്താണ്? മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പ്രൈം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു സിസ്റ്റത്തിലൂടെ വാങ്ങുമ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ്. എന്നാൽ ഇവിടെ ഭൂരിഭാഗം കമ്പനികളും ഓപ്പർച്യൂണിറ്റി സെല് ചെയ്തുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ പണം മുടക്കുന്ന ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ പണം മുടക്കുന്ന 99% പേരും എന്തിനായിരിക്കണം? പ്രൊഡക്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റിക്ക് ആയിരിക്കണം. അവർ കൊടുക്കുന്ന പൈസക്ക് ഈക്വലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. സോ നമ്മളെ സംബന്ധിച്ച് ഈ ബിസിനസ്സിലേക്ക് ഒരാളെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. 3 രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് 50 BV, 2 100 BV, 3 150 BV. ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു BV എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. സോ 50 BVക്ക് ഏകദേശം 5,000 rupees, 100 BVക്ക് ഏകദേശം 10,000 rupees, 150 BV എന്ന് പറഞ്ഞാൽ 15,000 rupees. ഈ ഏത് പ്ലാനിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇഷ്ടമാണ്, ഒരു പ്രഷറും ഇല്ല. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് 5000 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനഫ്. നമുക്ക് 15,000 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? സ്റ്റാർട്ട് ചെയ്യാം. ഈ 3 പ്ലാൻ നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡെയിലി സീലിംഗുള്ള വ്യത്യാസമാണ്. 50 BVയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഒരു ദിവസം നമുക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന എമൗണ്ട് 5000 രൂപ വരെയാണ്. നമ്മൾ 100 BVയിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഒരു ദിവസം നമുക്ക് 10,000 വരെ ഉണ്ടാക്കാം. നമ്മൾ 150 BVയിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഒരു ദിവസം 20,000 വരെ ഉണ്ടാക്കാം. ഓക്കെ. നമ്മൾ 50 BVയിലോ 100 BVയിലോ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് 20,000 രൂപ കിട്ടണമെങ്കിൽ നമ്മുടെ മുന്നിൽ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ ടോട്ടൽ 200 BVയിലേക്ക് ടോപ്പ് അപ്പ് ചെയ്യണം. അതായത് ടോട്ടൽ 20,000 രൂപയുടെ പർച്ചേസ് നടത്തണം. പക്ഷെ ബാക്കിയുള്ള MLM കമ്പനിയുടെ പോലെ വൺ ടൈം ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളെ സംബന്ധിച്ച് പല സമയത്തുള്ള പർച്ചേസ് ആയിട്ട് നമുക്ക് നടത്താം. നമ്മൾ 10 BVക്ക് ഒരു മാസോ 15 BVക്ക് ഒരു മാസോ 20 BV ആയിട്ടോ പർച്ചേസ് ചെയ്ത് എന്ന് നിങ്ങൾ 200 BVയിൽ എത്തുന്നോ അന്ന് നിങ്ങൾ ഈ കമ്പനിയുടെ ടോട്ടൽ പ്ലാൻ ആക്റ്റീവ് ആവും. ഒരു മാസം വീട്ടിലേക്കുള്ള സാധനം മേടിച്ചുകൊണ്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 20,000 rupees ഡെയിലി വാങ്ങാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ഇൻകത്തിന്റെ പേരാണ് ടീം ബോണസ്. ഇത് പ്യൂർലി ബൈനറി പ്ലാനാണ്. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ റൈറ്റും ലെഫ്റ്റും എത്ര BV മാച്ച് ചെയ്യുന്നു? ഒരു BVക്ക് 10 രൂപ വെച്ച് നമുക്ക് കമ്മീഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ 50 BVയുടെ ഒരു ബിസിനസ് ലെഫ്റ്റും 50 BVയുടെ ഒരു ബിസിനസ് റൈറ്റും മാച്ച് ആയി കഴിഞ്ഞാൽ 50:50 മാച്ച് ആയി ഇൻറ്റു 10 500 rupees നമ്മുടെ കമ്മീഷനാണ്. ബൈനറി പ്ലാൻ അറിയുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ താഴെയുള്ള ഏത് വ്യക്തി ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും കമ്പനി അത് നമ്മുടെ ബിസിനസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ടോട്ടൽ റൈറ്റിൽ എത്ര ബിസിനസ് നടന്നു, ലെഫ്റ്റിൽ എത്ര ബിസിനസ് നടന്നു, മാച്ച് ചെയ്ത BVയുടെ ഇൻറ്റു 10 നമ്മുടെ കമ്മീഷനാണ്. എക്സാമ്പിൾ നമ്മുടെ ടീമിലുള്ള 5 വ്യക്തികൾ 50 BV വെച്ചുകൂടെ 250 BVയുടെ ബിസിനസ് നടത്തി. നമ്മുടെ റൈറ്റിലുള്ള 4 വ്യക്തികൾ 100 BV വെച്ച് 400 BVയുടെ ബിസിനസ് നടത്തി. നമ്മുടെ മാച്ചിങ് BV എത്രയായിരിക്കും? 250 400 ആണെങ്കിൽ കുറവുള്ള കമ്പനി സെലക്ട് ചെയ്യും. 250:250. ഒരു BVക്ക് 10 രൂപ കിട്ടുന്നതുകൊണ്ട് 250 BVക്ക് നമുക്ക് 2,500 കമ്മീഷൻ കിട്ടും. ബാക്കി വരുന്ന 150 BV അടുത്ത ദിവസത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. വെരി നെക്സ്റ്റ് ഡേ ഈ സോണിൽ 10 പേര് 50 BVയുടെ പർച്ചേസ് നടത്തി. സോ 500 BVയുടെ ബിസിനസ് നടന്നു. ഇവിടെ 2 പേര് 100 BVയുടെ പർച്ചേസ് നടത്തിയിട്ടുള്ളൂ. 200 BV. പഴയുള്ള 150 BV ആഡ് ചെയ്യും. 350 BVയുടെ ബിസിനസ് ഉണ്ടാവും. 350ഉം 500ഉം വരുമ്പോൾ കുറവുള്ളൂ മാച്ച് ചെയ്യും. സോ 350 × 10 3500 നമ്മുടെ കമ്മീഷനാണ്. കൂടുതലുള്ള 150 അടുത്ത ദിവസത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ സീലിംഗ് ലിമിറ്റ് അനുസരിച്ച് 5000-ഓ 10,000-ഓ 20,000 നമുക്ക് മേടിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടീം ബോണസ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഇൻകം മാത്രമാണ്.
രണ്ടാമത്തെ ഇൻകം നമ്മുടെ റിവാർഡ് ബോണസ് ആണ്. ബൈനറിയിലുള്ള ഇൻകം കൊണ്ട് നമുക്കൊരു അച്ചീവ്മെന്റും ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് ടീം ബിൽഡ് ചെയ്യാം. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫസ്റ്റ് അച്ചീവ്മെന്റിന് വേണ്ടി കമ്പനി റിവാർഡ് ബോണസ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഇൻകം നമ്മളിലേക്ക് തരിക. വാട്ട് ഈസ് റിവാർഡ് ബോണസ്? വെരി സിമ്പിൾ ആണ്. നമ്മൾ ഈ ബിസിനസ്സിലൂടെ ടോട്ടൽ 2.5 ലക്ഷം രൂപ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്ലാനിലൂടെ ടീം ബോണസിലൂടെ നിങ്ങൾ എന്ന് 2.5 ലക്ഷം മേടിക്കുന്നു, ഒരു ടൈം ബൗണ്ടും ഇല്ല, എന്ന് 2.5 ലക്ഷം രൂപ മേടിക്കുന്നു, അന്ന് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് 1 lakh rupees റിവാർഡ് ഫണ്ട് ആയിട്ട് കമ്പനി തരും. ഈ മാസം നിങ്ങൾ 2.5 ലക്ഷം കംപ്ലീറ്റ് ആയാൽ അടുത്ത മാസം നിങ്ങൾക്ക് 1 lakhന്റെ സിംഗിൾ ചെക്ക് ആയിട്ട് നിങ്ങൾക്ക് ഇൻകം കിട്ടും. ടോട്ടൽ നിങ്ങൾ 5 ലക്ഷം രൂപ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 lakhന് പുറമെ ഒരു 1 lakh കൂടി കിട്ടും. ടോട്ടൽ 2 lakhന്റെ അച്ചീവ്മെന്റ് കിട്ടും. ഓക്കെ, നിങ്ങൾ ടോട്ടൽ 10 ലക്ഷം രൂപ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ലക്ഷം രൂപയ്ക്ക് പുറമെ ഒരു 3 ലക്ഷം രൂപ കിട്ടും. ടോട്ടൽ 5 lakhന്റെ ഇൻകത്തിന് നിങ്ങൾ എലിജിബിൾ. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ നമ്മളിലേക്ക് എത്താന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കാറോ ബൈക്കോ വാട്ടോ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ബൈനറി ഇൻകം ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ നമ്മുടെ പുതിയ കമ്പനി ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗിൽ വെച്ചിരിക്കുന്ന ഓഫർ വേറൊന്നുമല്ല, മാർച്ച് 31 മുമ്പ് 2.5 ലക്ഷം രൂപ കംപ്ലീറ്റ് ചെയ്യുന്ന 1050 പേർക്ക് ഈ 10 ലക്ഷം രൂപ അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന 5 ലക്ഷം രൂപ കമ്പനി നേരത്തെ കൊടുക്കുക. അതുകൊണ്ട് 2.5 ലക്ഷം അച്ചീവ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് 5 lakh റിവാർഡായിട്ട് കിട്ടും. സോ 1050 പേർക്ക് ടോട്ടൽ 2.5 ലക്ഷം അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 7.5 ലക്ഷം രൂപയായിരിക്കും. ക്ലിയർ? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻകം, റിവാർഡ് ബോണസ്. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഒരു ഫിസിക്കൽ ചേഞ്ച്, ഫിനാൻഷ്യൽ ചേഞ്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോ നമുക്ക് എന്ത് കിട്ടിയെന്ന് പറയുന്ന ഒരു ചോദ്യം ഈ ബിസിനസ്സിൽ വരും. ഒരു 6 മാസം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാർ അച്ചീവ്മെന്റിലേക്ക് 2.5 ലക്ഷം അടിക്കുമ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൂട്ടുകാരോട് ധൈര്യമായിട്ട് പറയാം, നീ 2.5 ലക്ഷം ടച്ച് ചെയ്യുകയാണെങ്കിൽ നിനക്കും ഞാൻ പറയുന്ന ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റും. കാരണം ഇത് കമ്പനിയുടെ യുണീക് പ്ലാനാണ്, ടീം ഓഫർ അല്ല. പെർമനന്റ് ആയിട്ട് ഇവോ ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയുടെ ബേസ് പ്ലാനിലുള്ള കാര്യമാണ്. സോ നമുക്ക് എനിബഡി ക്യാൻ അച്ചീവ് ദാറ്റ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. മൂന്നാമത്തെ ഇൻകമാണ് സ്പോൺസർഷിപ്പ് ബോണസ്. സ്പോൺസർഷിപ്പ് ബോണസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ വിജയിച്ചില്ല, അവർ വിജയിച്ചാൽ പോലും ആ വിജയത്തിന്റെ ഒരു ചെറിയ വിജയം നമുക്ക് കമ്പനി അവകാശപ്പെട്ട് തരിക എന്നുള്ളതാണ് സ്പോൺസർഷിപ്പ് ബോണസ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ ബിസിനസ്സിലേക്ക് എ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തി. ഈ എ എന്ന് പറയുന്ന വ്യക്തി ഈ കമ്പനിയുടെ ഡയമണ്ട് ആയാൽ, ഡയമണ്ട് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഇൻകം മേടിക്കുന്ന വ്യക്തിയാണ് ഡയമണ്ട് എന്ന് വിളിക്കുന്നത്. ഡയമണ്ട് ആയി കഴിഞ്ഞാൽ ഈ എ വാങ്ങുന്ന ഇൻകത്തിന്റെ ടീം ബോണസിന്റെ 5% എല്ലാ മാസവും എനിക്ക് കിട്ടും. അത് എയിൽ നിന്ന് കട്ട് ചെയ്തിട്ടല്ല, കാൽക്കുലേറ്റ് ചെയ്തോട് കമ്പനി അയച്ചു തരും. ഫോർ എക്സാമ്പിൾ, ഞാൻ പരിചയപ്പെടുത്തിയ എ എന്ന് പറയുന്ന വ്യക്തി 5 ലക്ഷം രൂപ മാസം വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ 5% 25,000 ആർക്കുള്ളതാണ്? എനിക്കുള്ളതാണ്. ഞാൻ എത്ര ഡയമണ്ടിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞാലും ആ എല്ലാ ഡയമണ്ട് വാങ്ങുന്നതിന്റെ 5% ആർക്ക് കിട്ടും? എനിക്ക് കിട്ടും. ഇതാണ് ഒന്നാമത്തെ സ്പോൺസർഷിപ്പ് ബോണസ്. 2, ഇനി ഞാൻ ഡയമണ്ട് ആയി വിചാരിക്കുക. ഞാൻ ഡയമണ്ട് ആയി കഴിഞ്ഞാൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്ര പേരെ റെഫർ ചെയ്തിട്ടുണ്ടോ ഇവർ മൊത്തം വാങ്ങുന്ന വരുമാനത്തിന്റെ 5% എനിക്ക് മന്ത്രി കിട്ടും. അതിൽ ബിഗിനർ ഉണ്ടാവാം, ഡയമണ്ട് ഉണ്ടാവാം, അവരുടെ പൊസിഷൻ ഏതും അതിനും കുഴപ്പമില്ല. ചിലപ്പോൾ ആ വ്യക്തി ഇന്ന് ജോലി ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഈ മാസം വാങ്ങിയ വരുമാനത്തിന് 5% എനിക്ക് കിട്ടും, ഞാൻ ഡയമണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഹ്യൂജ് ഇൻകം ആയിട്ട് മാറും. ഒരു 10 പേരെയും മൾട്ടി ലെവൽ മാർക്കറ്റിൽ 50 പേരെ വരെ സ്പോൺസർ ചെയ്ത ആൾക്കാരുണ്ട്. ആ 50 പേരൊക്കെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെങ്കിൽ ഈ 50 പേരും ഓരോ മാസവും വാങ്ങുന്ന ടീം ബോണസിന്റെ 5% ആർക്കുള്ളതാണ്? നമുക്കുള്ളതാണ്. ഒരുപക്ഷെ ബൈനറിയേക്കാൾ വലിയ വരുമാനം വരെ നമുക്ക് ഈ പറയുന്ന സ്പോൺസർഷിപ്പിലൂടെ വാങ്ങാം. ഈ 3 ഇൻകമാണ് ബൈനറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത്. നാലാമത്തെ നമ്മുടെ ഇൻകത്തിന്റെ പേരാണ് റീപർച്ചേസ് ബോണസ്. റീപർച്ചേസ് ബോണസ് എന്ന് പറഞ്ഞാൽ എല്ലാ മന്ത്ലിയും നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം മേടിക്കാവുന്ന ഒരു സെറ്റപ്പ് ആദ്യമായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിൽ കമ്പനി കൊണ്ടുവരികയാണ്. ഇതിനെ റീപർച്ചേസ് ബോണസ് എന്ന് വിളിക്കാം, വേണമെങ്കിൽ നമുക്ക് സാലറി ബോണസ് എന്ന് വിളിക്കാം. ആദ്യമായിട്ടൊരു സാലറി സിസ്റ്റം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ബിസിനസിന്റെ ഒരു അട്രാക്ഷൻ, നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എവറി 30 days നമ്മളൊരു 10 BVയുടെ പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്യാം എല്ലാ മാസവും. മിനിമം 10 BV. 10 BV എന്ന് പറഞ്ഞാൽ 1000 രൂപ മുതൽ 1500 രൂപ വരെ ആയിരിക്കും. ഇതിന് എന്ത് പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാം? എന്ത് പ്രൊഡക്റ്റും വാങ്ങാം. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ സോപ്പോ പേസ്റ്റോ ഷാമ്പുവോ വാട്ടവർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്ന അതേ സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറയുന്നത്. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ റീപർച്ചേസ് പ്ലാന്റെയും പ്രത്യേകത പ്രഷർ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പ്രഷർ ഡിമാൻഡ് അല്ല, പ്രഷർ ഡിമാൻഡ് ആണ്. നമ്മൾ പ്രഷർ ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത്. അവരത് മേടിക്കാൻ നിർബന്ധിതരായിട്ട് തീരുകയാണ്. ഇവിടെ അതില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്ത് സാധനം മേടിച്ചാൽ മതി. നമ്മൾ ബിസിനസ് ചെയ്യണമെങ്കിലും ബിസിനസ് ചെയ്യില്ലെങ്കിലും വീട്ടിലേക്ക് എന്തായാലും മുളക് പൊടി വാങ്ങണം, മല്ലിപ്പൊടി വാങ്ങണം, ചായപ്പൊടി വാങ്ങണം, സോപ്പ് വാങ്ങണം, പേസ്റ്റ് വാങ്ങണം. ഈ വരുന്നൊരു പർച്ചേസ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ റീപർച്ചേസിൽ ആക്റ്റീവ് ആവണം. ഈ വരുന്ന എമൗണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു? ഓരോ 10 BVയിൽ നിന്നും കമ്പനി 500 രൂപ റീപർച്ചേസ് പൂളിലേക്ക് അല്ലെങ്കിൽ സാലറി പൂളിലേക്ക് മാറ്റിവെക്കുകയാണ്.
ഒരു വ്യക്തി ഒരു മാസം റീപർച്ചേസ് ചെയ്യുമ്പോൾ 500 രൂപീസ് എവിടേക്ക് പോകും? റീപർച്ചേസ് പൂളിലേക്ക് പോകും. 10,000 മെമ്പേഴ്സ് ഒരു മാസം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവന്റെ സാലറി പൂൾ ഉണ്ടാവുന്ന എമൗണ്ട് 50 ലക്ഷം രൂപയായിരിക്കും. ഒരു 1 lakh മെമ്പേഴ്സ് റെഗുലർ ആയിട്ട് റീപർച്ചേസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ 5 കോടി രൂപയായിരിക്കും നമ്മുടെ റീപർച്ചേസ് പൂൾ ഉണ്ടാവുന്ന എമൗണ്ട്. ഈ എമൗണ്ട് കമ്പനി എങ്ങനെ ഡിവൈഡ് ചെയ്യും? വെരി സിമ്പിൾ ആണ്. കമ്പനിയിൽ 8 റാങ്കാണുള്ളത്. ഒന്നാമത്തെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ ടോട്ടൽ ടീം ബോണസിൽ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർ ആവും, ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആവും. ടോട്ടൽ 50,000 ഇൻകം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ആവും, ദാറ്റ് ഈസ് ഗോൾഡ്. ടോട്ടൽ 2.5 ലക്ഷം രൂപ ഇൻകം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നാമത്തെ റാങ്കിലേക്ക് എത്തും, പ്ലാറ്റിനം. നിങ്ങൾ ടോട്ടൽ 10 ലക്ഷം രൂപ ഇൻകം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കമ്പനിയുടെ ഡയമണ്ട് അച്ചീവറായി. നിങ്ങൾ ടോട്ടൽ 25 ലക്ഷം രൂപ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കമ്പനിയുടെ ബ്ലൂ ഡയമണ്ട് അച്ചീവറായി. നിങ്ങൾ ടോട്ടൽ 1 CR അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കമ്പനിയുടെ റോയൽ ഡയമണ്ട് ആയി. നിങ്ങൾ ടോട്ടൽ 2.5 CR അച്ചീവ് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ക്രൗൺ ഡയമണ്ട് ആയി. നിങ്ങൾ ടോട്ടൽ 10 കോടി രൂപ അച്ചീവ് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ക്രൗൺ അംബാസഡർ ആയി. ഇങ്ങനെ 8 റാങ്കാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതിൽ വെറും 10,000 രൂപ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഈ വരുന്ന എമൗണ്ടിന്റെ ടോട്ടൽ ഓരോ മാസം വരുന്ന എമൗണ്ടിന്റെ 30% ഫസ്റ്റ് പൂളിലേക്ക് മാറ്റിവെക്കും, 20% സെക്കൻഡ് പൂളിലേക്ക് മാറ്റിവെക്കും, 10% തേർഡ് പൂളിലേക്ക്, 10% ഫോർത്ത് പൂളിലേക്ക്, 10% ഫിഫ്ത് പൂളിലേക്ക്, 10% സിക്സ്ത് പൂളിലേക്ക്, 6% സെവൻത് പൂളിലേക്ക്, 4% എയ്ത്ത് പൂളിലേക്ക്. ടോട്ടൽ 100% ഡിവൈഡ് ചെയ്യും. നമ്മൾ ഏത് റാങ്കാണോ എത്തുന്നത് ആ എല്ലാ പൂളിലെയും വരുമാനം നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വെറും 10,000 രൂപ മേടിക്കുന്ന വ്യക്തി പോലും ഈ കമ്പനിയിൽ ഒരു മിനിമം എമൗണ്ട് വാങ്ങുന്ന ഒരു സെഗ്മെന്റിലേക്ക് എത്തും. നമ്മൾ മിനിമം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാർ അച്ചീവർ ആവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മുടെ റീപർച്ചേസ് ആക്റ്റീവ് ആവുന്നതോടുകൂടി ആ വ്യക്തിക്ക് മന്ത്ലി ആവറേജ് കിട്ടാൻ ചാൻസ് ഉള്ള എമൗണ്ട് 500 to 5,000 rupees ആണ്. 500 രൂപ മുതൽ 5,000 രൂപ വരെ വലിയ എമൗണ്ട് അല്ല. പക്ഷെ നമ്മൾ കാണുന്ന അട്രാക്ഷൻ എന്താണ്? 10,000 രൂപയ്ക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കമ്പനിയുടെ റീപർച്ചേസ് ബോണസിന് എലിജിബിൾ ആവും. റീപർച്ചേസ് ബോണസ് കിട്ടാൻ നിങ്ങൾ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം? മാസം ഒരു 1,000 1,500 രൂപയ്ക്കോ. വാങ്ങുന്ന സാധനങ്ങൾ എന്താണ്? മുളക് പൊടിയും മല്ലിപ്പൊടിയും ചായപ്പൊടി. നിങ്ങൾക്ക് 1,500 തിരിച്ചു കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾ വെറും ഒരു 10,000 രൂപ മേടിച്ച സമയത്ത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം ഫ്രീ ആയിട്ട് ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുകയാണ്. നമ്മൾ പോസിറ്റീവാണ്, നമ്മുടെ ഫാമിലി പോസിറ്റീവാണ്. നാളെ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്നില്ലെങ്കിലും വീട്ടുകാർക്ക് ഒരു കാര്യം ഹാപ്പി ഉണ്ട്. ഒരു 3 മാസം അവൻ ഇവോ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് എല്ലാ മാസവും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ മാതാപിതാക്കൾ മാറും. അത് ഈ കമ്പനിക്ക് വലിയ പോസിറ്റീവാണ്, നമുക്കും വലിയൊരു പോസിറ്റീവാണ്, ശരിയല്ലേ? പിന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ആ കമ്പനിയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അവിടെ നിലനിൽക്കും. നമുക്ക് എന്ന് വേണ്ടി ബിസിനസ്സിൽ ആക്റ്റീവ് ആവാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ ലെവലിലേക്ക് ഒരു 50,000 അച്ചീവറിന് കമ്പനി മിനിമം പ്ലാൻ ചെയ്യുന്ന എല്ലാ മാസവും ഒരു 5,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ്. സോ നമ്മുടെ നാട്ടിൽ ഒരു സാലറിക്ക് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു എംപ്ലോയി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടത് ഇവിടെ മാക്സിമം പോയ 1-2 മാസമാണ്. എല്ലാ മാസവും നമ്മളറിയാതെ ബൈനറി ഇൻകത്തിന് പുറമെ 5,000 മുതൽ 10,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റി ആയി. മൂന്നാമത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 2.5 ലക്ഷം അച്ചീവ് ചെയ്യുമ്പോൾ ഓൾറെഡി കമ്പനി 1 lakhന്റെ റിവാർഡ് ഫണ്ട് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ബൈക്ക് എടുക്കും, ചിലപ്പോൾ ഒരു കാർ എടുക്കും. പല ആളുകളുടെയും പേടി എന്താണെങ്കിൽ, പല MLM കമ്പനിയിലും പല ആളുകൾക്കും പറ്റുന്ന ഏറ്റവും വലിയ ദോഷം എന്താണെങ്കിൽ ഇങ്ങനെ EMI അടയ്ക്കും. ടീമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം ബൈനറി ഇൻകോടെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം പോലും നിങ്ങൾക്ക് വരുന്നില്ല. ഒരു 2.5 ലക്ഷം അച്ചീവർ ആവുന്ന വ്യക്തിയെ സംബന്ധിച്ച് 10,000 to 25,000 rupees റെഗുലർ ആയിട്ട് കിട്ടാവുന്ന ഒരു ചാൻസ് റീപർച്ചേസ് പ്ലാനിലേക്ക് വരിക. നിങ്ങൾ വീട്ടിലേക്കുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും വാങ്ങുമ്പോൾ നിങ്ങളുടെ ടീമിലെ മെമ്പേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കുമ്പോൾ ഈ പറയുന്ന ഇൻകം സ്റ്റേബിൾ ആയിട്ട് നമുക്ക് വരികയാണ്. ഏവറേജ് ഒരു 25,000 കിട്ടാവുന്ന സെഗ്മെന്റിലേക്ക് മൂന്നാമത്തെ റാങ്കിലേക്ക് നമ്മൾ എത്തും. 4ാമത്തെ റാങ്ക് ഡയമണ്ട് ആകുമ്പോൾ അവൻ കമ്പനിയുടെ ഒരു സുപ്രീം പോസ്റ്റിലേക്ക് എത്തി. അവന് മിനിമം ഷുർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് 25,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ്. 4ാമത്തെ റാങ്ക് കഴിഞ്ഞ് 5ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ ബ്ലൂ ഡയമണ്ട് അച്ചീവർ ആവുന്നു. അവിടെ 1 lakh to 2 lakh ആണ്. ഒരു റോയൽ ഡയമണ്ടിന് 2 lakh to 3 lakh ആണ്. ഒരു ക്രൗൺ ഡയമണ്ട് ആയ വ്യക്തിയുടെ ആവറേജ് മന്ത്ലി റീപർച്ചേസ് 5 ലക്ഷം രൂപയായിരിക്കും. ക്രൗൺ അംബാസഡർ ആവുന്ന വ്യക്തിക്ക് ഒരു മാസം ആവറേജ് കിട്ടാവുന്ന 10 ലക്ഷം രൂപയാണ്. ഇതാണ് നമ്മുടെ സാലറി ബോണസ്, റീപർച്ചേസ് ബോണസ്. അപ്പൊ നമ്മളോട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഏതെങ്കിലും സുഹൃത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പൊ എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഇപ്പൊ എനിക്ക് 2 ലക്ഷം കിട്ടുന്നെന്ന് പറയും. ഇപ്പൊ 2 ലക്ഷം കിട്ടുന്നെന്ന് പറയുള്ളൂ. കാരണം നാളെ എത്ര കിട്ടും നമുക്ക് അറിയില്ല. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. എന്നാൽ ഒരു എംപ്ലോയിയോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയുന്ന അറിയും? എനിക്ക് 50,000 രൂപയും ഇൻസെന്റീവ് ഉണ്ടെന്ന് പറയും. 50,000 സാലറി ഉണ്ട് പ്ലസ് ഇൻസെന്റീവ് ഉണ്ടെന്ന് പറയും. ഈ ബിസിനസിന് ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ഡയമണ്ട് ആണെങ്കിലും പ്ലാറ്റിനം ആണെങ്കിലും നിങ്ങളോട് എത്ര വരുമാനം ഉണ്ടെന്ന് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ പറയുന്നതാണെന്ന് അറിയോ? 1 lakh പ്ലസ് ഇൻസെന്റീവ്. കാരണം ഈ 1 lakh ഗ്യാരണ്ടിയാണ്. ഇൻസെന്റീവ് ചിലപ്പോൾ 5 ലക്ഷം ഉണ്ടാവും. ദാറ്റ്സ് ബൈനറി. ഈ പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ ബിസിനസ് ബോർഡ് മാറ്റാൻ പോവാണ്. ഇതാണ് നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഈ ഒറ്റ ഇൻകം മതി നമുക്ക് നിൽക്കാവാൻ. ഇതുവരെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി കളിക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പോകാൻ പോകണം. നിങ്ങൾ ഉണ്ടാക്കുന്ന ടീം മുഴുവൻ നിങ്ങളുടെ ലൈഫ് ടൈം മെമ്പേഴ്സാണ്. നമ്മളെല്ലാവരും കഴിവുള്ള ആളുകളാണ്.
പക്ഷെ നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിയപ്പോൾ ആ വ്യക്തി ആദ്യമായിട്ട് മുടക്കിയ പർച്ചേസിന് മാത്രമേ നമുക്ക് കമ്മീഷൻ കിട്ടിയിട്ടുള്ളൂ. ശരിയാണോ അല്ലേ? സുഹൃത്തെ, ലോകത്ത് വിജയിച്ച എല്ലാ ബിസിനസ് സിസ്റ്റം എടുത്തു നോക്കിയോ. അത് നമുക്ക് ലുലു ആയിരിക്കാം, അത് കല്യാണം ആയിരിക്കാം, ലോകത്തെ ഏത് ബിസിനസ്സും, വാൾമാർട്ട് ആയിരിക്കാം, എനിത്തിങ്. ഇവരൊക്കെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം 20% to 60% അവരുടെ റെഗുലർ കസ്റ്റമറാണ്. ബാക്കി 30-40% ആൾക്കാർ മാറണല്ലോ. ഇപ്പൊ തൃശ്ശൂരുള്ള ഒരു നല്ല റെസ്റ്റോറന്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ റെഗുലർ ആയിട്ട് കസ്റ്റമേഴ്സ് മിനിമം 20 to 60% ആളുകളുണ്ടാവും. ഇതൊരു ഗ്യാരണ്ടീഡ് ആണ്. പക്ഷെ മൾട്ടി ലെവൽ മാർക്കറ്റിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെങ്കിൽ നമ്മളൊരു വ്യക്തി എത്ര മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ വ്യക്തി ഒരു വട്ടം മാത്രമേ പർച്ചേസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണ്? എല്ലാ മാസവും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം ആ വ്യക്തി വാങ്ങുമ്പോൾ ആ വ്യക്തിയിൽ നിന്നൊരു 500 രൂപ നമ്മുടെ സാലറി പൂളിലേക്ക് മാറ്റിവെക്കുകയാണ് കമ്പനി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ സർവീസ് കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ലൈഫ് ടൈം നമുക്ക് വരുമാനം വരികയാണ്. ദാറ്റ് ഈസ് ഡയറക്ട് സെല്ലിംഗ്. പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് ഇല്ല. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ്? വീട്ടിലേക്ക് ആവശ്യമുള്ള A to Z പ്രൊഡക്റ്റ് ആണ്. വിത്തിൻ 1 year 100ലധികം പ്രൊഡക്റ്റുമായിട്ടാണ് മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങി അടിക്കാൻ പോകുന്നത്. ഇതൊരു ഡിഫറെന്റ് കൾച്ചറാണ്. അതാണ് നമ്മുടെ പ്ലാന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നോ റിസ്ക്. പിന്നെ നമ്മുടെ ഇത്രയും കാലത്ത് ഒരു ഐഡിയ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കല്ലേ. അപ്പൊ ഇത്രയും കാലത്ത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസിൽ നമുക്കറിയാം ഏതൊക്കെ കാര്യങ്ങളാണ് ക്ലിയർ ചെയ്യേണ്ടത്. ഇതിന്റെ കംപ്ലീറ്റ് കോമ്പാക്ട് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. ഇത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, ഒരു ഡയമണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സേഫ് ആണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് 1 ലക്ഷം രൂപ സാലറി കിട്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. ഒരു കൊല്ലം പിടിച്ചോട്ടെ, ജീവിതകാലം മുഴുവൻ കിട്ടില്ലേ. പിന്നെ അത് മാത്രമല്ല ബ്രോ, ഒരു